പറയുമ്പോൾ എല്ലാം പറയണം. പ്രൈവറ്റ് ബസ്സുകാർക്ക് ഇതെന്താ കൊമ്പ് മുളച്ചോ? പറയുമ്പോൾ ഓട്ടോ ഡ്രൈവർമാരും പ്രൈവറ്റ് ബസ്സുകാരും കാക്കി തന്നെയാണ് ധരിക്കുന്നത്. രണ്ടുപേരും വണ്ടി തന്നെയാണ് ഓടിക്കുന്നത്. രണ്ടുപേരും സവാരിക്കാരെ തന്നെയാണ് എടുക്കുന്നത്. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ സമീപത്ത് നിന്ന് രണ്ട് സവാരിക്കാരെ എടുത്തു എന്ന് പറഞ്ഞ് ഒരു പാവം മുഹമ്മദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ, മുഹമ്മദ് ലത്തീഫ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ തടഞ്ഞു നിർത്തി. 3 പേർ പ്രൈവറ്റ് ബസ് കൊണ്ട് തടഞ്ഞു നിർത്തുന്നു. എന്നിട്ട് അയാളെ വണ്ടിയിൽ നിന്ന് പിടിച്ചിറക്കുന്നു, പൊതിരെ തല്ലുന്നു. ആലോചിച്ച് നോക്കുക, കേരളത്തിൽ മലപ്പുറത്താണ് ഇത് നടക്കുന്നത്. മലപ്പുറത്ത് കോട്ടക്കലിൽ ആണ് ഇത് നടക്കുന്നത്. അയാൾ അടികൊണ്ട് ക്ഷീണിതനായി എന്നിട്ട് ആശുപത്രിയിലേക്ക് പോകുന്നു. ആശുപത്രിയിൽ പോകുമ്പോൾ ഒന്ന് അടികൊണ്ട സങ്കടം, യാത്രക്കാർ തൻ്റെ സവാരിക്കാരുടെ മുന്നേ വെച്ചിട്ടാണ് പ്രൈവറ്റ് ബസ്സുകാരന്മാർ തടഞ്ഞു നിർത്തി ഉപദ്രവിച്ചിട്ട് ആ അടി മുഴുവൻ ഏറ്റു, നാണക്കേട്. അതുകൊണ്ട് ഇയാൾ ആശുപത്രിയിലെത്തുന്നു. ആശുപത്രിയിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നു. ആലോചിച്ച് നോക്കുക അയാളുടെ ഒരു മാനസിക അവസ്ഥ. മലപ്പുറത്ത് നടന്ന സംഭവമാണ്. ഇതിന് ഈ വെഞ്ഞാറമ്മൂട് അഫാൻ സംഭവം, അഫാൻ്റെ കൊലക്കേസൊക്കെ വാദിക്കുന്നുണ്ടല്ലോ. അഫാൻ മയക്കുമരുന്നിനടിമയാണ്, അഫാൻ ചുറ്റിക കൊണ്ട് അടിച്ചു കൊന്നു എന്നൊക്കെ. അതിനേക്കാൾ കാട്ടാളന്മാരല്ലേ ഈ സ്വകാര്യ ബസ്സിലെ ജീവനക്കാർ? അതിനേക്കാൾ കാട്ടാളത്തരമല്ലേ? ഉപജീവനത്തിന് വേണ്ടി 3 സവാരിക്കാരെ എടുത്തു എന്ന് പറഞ്ഞ് ഒരു ഓട്ടോ ഡ്രൈവറെ പൊതുനിരത്തിൽ തടഞ്ഞു നിർത്തി അടിച്ചു കൊല്ലുന്ന ഇവർ കാണിച്ചത് അതിനേക്കാൾ കാട്ടാളന്മാരല്ലേ ഇവന്മാർ? തലേ ദിവസം മലപ്പുറത്ത് തന്നെയാണ് സംഭവം. മുഹമ്മദ് യാസിൻ എന്നാണ് അയാളുടെ പേര്. അയാളുടെ ഭാര്യ, അയാളും ഓട്ടോ തൊഴിലാളിയാണ്. അയാളുടെ ഭാര്യ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ബസ്സിൽ വന്നിറങ്ങി. അയാളുടെ ഭാര്യയെ വിളിക്കാൻ ഓട്ടോ സ്റ്റാൻഡിലെത്തുന്നു. ആ ഓട്ടോക്കാരൻ ആ ബസ് സ്റ്റാൻഡിലെത്തുന്നു. എന്നിട്ട് ഭാര്യയെ വിളിച്ച് ഓട്ടോയിൽ കയറ്റുന്നു. പ്രൈവറ്റ് ബസ്സുകാരിങ്ങനെ കാത്തിരിക്കുകയാണ്, ഓട്ടോക്കാരെങ്കിലും സവാരി എടുക്കുന്നുണ്ടോ എന്ന്. ഉടനെ പ്രൈവറ്റ് ബസ്സുകാരന്മാർ ഫോട്ടോ എടുത്തു. ഈ ഫോട്ടോ എവിടേക്ക് അയക്കുമെന്ന് അറിയില്ലല്ലോ. ഓട്ടോക്കാരൻ ബസ്സുകാരനോട് പറഞ്ഞു, അതെൻ്റെ ഭാര്യയാണ്, ഫോട്ടോ ഡിലീറ്റ് ചെയ്യണം. ഉടനെ ബസ്സുകാർ ചാടി ഇറങ്ങി അയാളുടെ നെഞ്ചത്ത് ചവിട്ടി തള്ളിയിടുകയാണ്. ക്രൂരതയല്ലേ ഇത്? ഇതെവിടെയാണ് നടക്കുന്നത്? കേരളത്തിൽ, പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിൽ, ഇടതുമുന്നണി ഭരിക്കുന്ന കേരളത്തിൽ. കേരളം എന്താണ്? ദൈവത്തിൻ്റെ സ്വന്തം നാടാണ്. ഒരിക്കലും എല്ലാവരും ചേർന്ന് പറയണം, ദൈവത്തിൻ്റെ സ്വന്തം നാട്. ഇതാണ് സ്വന്തം നാട്. ഉപജീവനത്തിന് വേണ്ടി, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി, തൻ്റെ വിശന്നു വലയുന്ന മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി, ഒരുപക്ഷെയെങ്കിൽ ഇവരൊക്കെ എന്താണ്, പരിശുദ്ധ റമദാൻ മാസത്തിൽ വ്രതം നോൽക്കുന്ന വിശുദ്ധിയുള്ള മുസൽമാന്മാരായിരിക്കാം. ഇയാളെ തല്ലിയവരും മുസൽമാന്മാരായിരിക്കാം. വ്രതവിശുദ്ധിയോടുകൂടി വ്രതം നോൽക്കുന്ന ആളുകളായിരിക്കാം ഈ തല്ലേറ്റ ആളുകളൊക്കെ. നെഞ്ചത്ത് ചവിട്ടേറ്റ് സ്വന്തം ഭാര്യയെ ബസ് സ്റ്റാൻഡിൽ നിന്ന് വിളിച്ച് വീട്ടിലേക്കാക്കാൻ പോയ ആ മനുഷ്യനും അതുപോലെ ഭക്ഷണം, ആഹാര സാധനം വാങ്ങാൻ, സ്വന്തം വീട്ടിലെ മക്കൾക്ക്, പറക്കമുറ്റാത്ത മക്കൾക്ക് ആഹാരം വാങ്ങാൻ വേണ്ടി 3 പേരെ ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോറിക്ഷയിൽ കയറ്റിയ ഈ പാവം മനുഷ്യനും അതുപോലെ ആയിരിക്കാം. അയാളെയാണ് അടിച്ച് കൊല്ലുന്നത് കാട്ടാളന്മാർ. ഏതായാലും ആ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മുഹമ്മദ് യാസിനെ ചവിട്ടി വീഴ്ത്തിയ കാപാലികന്മാരെ ഇതുവരെ പോലീസ് പിടികൂടിയിട്ടില്ലെന്നാണ് അറിയുന്നത്. അവന്മാരെയും കൈവിലങ്ങ് വെച്ച്, കയ്യാമം വെച്ച് തുറുങ്കിലടയ്ക്കണം. ഇത് കേരളമാണെന്ന് പറഞ്ഞു കൊടുക്കണം പോലീസുകാരെന്നിട്ട്. ഇവിടെ തൊഴിലെടുക്കാൻ എല്ലാവർക്കും അവസരമുണ്ട്. ബസ് സ്റ്റാൻഡ് ആർക്കും ഇവന്മാരുടെ ആരും കൊണ്ടുവന്നതല്ല. ഇവന്മാരുടെ ആർക്കും സ്ത്രീധനം കിട്ടിയ സ്വത്തല്ല. ഇവന്മാർക്കാരും തീരെഴുതി കൊടുത്തിട്ടില്ല. ആരും തീരെഴുതി കൊടുത്തിട്ടില്ല. ഇവന്മാർക്ക് മാത്രമേ അവിടെ നിന്ന് സവാരി എടുക്കാവൂ എന്ന്. പ്രൈവറ്റ് ബസ്സുകാർക്ക് തീരെഴുതി കൊടുത്തിട്ടൊന്നുമില്ല. ഏതെങ്കിലും ഇഷ്ടക്കാർക്ക്, അത് യാത്രക്കാരന് തോന്നും പ്രൈവറ്റ് ബസ്സിൽ കയറണോ ഓട്ടോറിക്ഷയിൽ പോകണമെന്ന് യാത്രക്കാരൻ തീരുമാനിക്കും. പ്രൈവറ്റ് ബസ്സുകാരനോ അവൻ്റെ മുതലാളിയോ തീരുമാനിക്കില്ല. യാത്രക്കാരൻ തീരുമാനിക്കും ഏത് മാർഗം ഉപയോഗിക്കണമെന്ന്. ബസ്സിൽ പോകണമെങ്കിൽ ബസ്സിൽ പോകും, ഓട്ടോറിക്ഷയിൽ പോകണമെങ്കിൽ ഓട്ടോറിക്ഷയിൽ പോകും, നടന്നു പോകണമെങ്കിൽ നടന്നു പോകും. അതിന് ഇവൻ്റെ ഒന്നും ഔദാര്യമല്ല. ഇവനൊക്കെ തടഞ്ഞു നിർത്തി അടിച്ചു കൊല്ലുന്ന കാലം, പേടിച്ച് മനുഷ്യന് പുറത്തിറങ്ങാൻ പറ്റാത്ത കാലം. ഇതെന്തുവാണിത്? വെള്ളരിക്കാപട്ടണമോ? ചോദിക്കാനും പറയാനും ആളില്ലെന്നോ? നിയമവാഴ്ച എവിടെയാണ് യാഥാർത്ഥ്യമാകുന്നത്? നിയമവാഴ്ച ഉണ്ടോ ഇവിടെ? ഒരു പാവം ഓട്ടോ തൊഴിലാളിയെ അടിച്ചു കൊന്നിരിക്കുന്നു. ഇതൊന്നും വച്ചു പൊറപ്പിക്കാൻ പാടുള്ളതല്ല. ഇവന്മാരെ ഒന്നും പുറം ലോകം കാണരുത്. ഇവന്മാർ ജയിലിടിഞ്ഞാലും പുറത്തു വരാത്ത അവസ്ഥയായിരിക്കണം സർക്കാർ സ്വീകരിക്കേണ്ടത്. അത്ര കഠിനമായ വകുപ്പുകൾ ചുമത്തണം ഇവർക്കുമേൽ എന്നതാണ് ജനവികാരം. ജനങ്ങൾ ഇന്ന് പ്രൈവറ്റ് ബസ് തടയുകയൊക്കെ ഉണ്ടായി. ഈ കുറ്റവാളികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ മറ്റ് പ്രൈവറ്റ് ബസ്സുകാരെയും പ്രൈവറ്റ് ബസ്സും തടഞ്ഞ് അവരുടെ ബസ്സിന് നേരെ കല്ലെറിഞ്ഞത് കൊണ്ടൊന്നും കാര്യമില്ല.
3 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടല്ലോ. അവരെ കൊലക്കുറ്റത്തിന് വകുപ്പുകൾ ചുമത്തി ജയിലിൽ അടയ്ക്കുക എന്നത് മാത്രമാണ് ഇതിനകത്ത് പോംവഴി. ഇനി ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രൈവറ്റ് ബസ്സുകാരോട് പറയണം പോലീസ്, ഇനി ആരും ഇങ്ങനെ ചെയ്യരുത്, ചെയ്തു കഴിഞ്ഞാൽ തക്കതായ ശിക്ഷാ നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം പോലീസ്. നെഞ്ചിൽ ചവിട്ടിയവൻ്റെ കാല് ലാത്തി കൊണ്ടെങ്കിലും 2 തല്ലും കൊടുക്കാൻ പോലീസ് മറക്കരുത്.